കേരളത്തിൽ വേരോടിയ മറുനാടൻ പഴങ്ങളിൽ ഏറ്റവും ജനപ്രീതി നേടിയ ഒന്നാണ് റംബുട്ടാൻ. ഇവ ആരോഗ്യവും ആദായവും ഒരുപോലെ പ്രദാനം ചെയ്യുന്നു. പുതുവിളകൾ പരീക്ഷിക്കുന്നതിൽ ഉത്സുകരാണല്ലോ മലയാളികൾ. നാം നമ്മുടെ നാട്ടിൽ വളരെ വിജയകരമായി കൃഷി ചെയ്തു വരുന്ന റംബുട്ടാൻ മലേഷ്യൻ സ്വദേശിയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. കേരളത്തിലെ വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ റംബുട്ടാൻ ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന വൃക്ഷങ്ങളാണ്. കായ്കളുടെ വർണ്ണഭംഗിയാൽ അലങ്കൃതമായ റംബുട്ടാൻ ഒരു നല്ല അലങ്കാര വൃക്ഷവുമാണ്. അന്തരീക്ഷത്തിൽ ആർദ്രതയും ഊഷ്മളതയുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ റംബുട്ടാൻ നന്നായി വളരും. സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ ഇവ കൃഷി ചെയ്യാവുന്നതാണ്. ഏറ്റവും യോജിച്ച താപനില 22 മുതൽ 35 വരെ ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ ചെറിയ രീതിയിലുള്ള താപനില വ്യതിയാനം ചെടികളുടെ വളർച്ചയെ കാര്യമായി ബാധിക്കാറില്ല. വർഷത്തിൽ 200 മുതൽ 300 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന കേരളത്തിലെ സമതല പ്രദേശങ്ങളിലാണ് റംബുട്ടാൻ വളരെ നന്നായി വളർന്ന് കായ്ഫലം നൽകുന്നതായി കാണുന്നത്. മണ്ണ് നല്ല ജൈവാംശമുള്ളതും ധാരാളം വായുസഞ്ചാരമുള്ളതും pH മൂല്യം 4.5-നും 6.5-നും ഇടയിലായിരിക്കുകയും വേണം. കൂടകളിൽ നിറയ്ക്കുന്ന മാധ്യമം അണുവിമുക്തമായിരിക്കണം. അതിനു വേണ്ടിയിട്ട് സോയിൽ സോൾഡറൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ തികച്ചും അണുവിമുക്തമായിട്ടുള്ള മാധ്യമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ട മണ്ണ് അത് ഈ ചുവന്ന മണ്ണാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ചാണകപ്പൊടി ആവശ്യമാണ്. അപ്പോൾ ഈ ചാണകപ്പൊടിയിലും രോഗകാരികളായിട്ടുള്ള ഫംഗസോ ബാക്ടീരിയയോ ഉണ്ടാകാം. അപ്പോൾ അതിനെ നമ്മൾ ട്രൈക്കോഡെർമ എൻറിച്ച് ചെയ്തിട്ടുള്ള ചാണകം ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് കൊക്കോപീറ്റ് ഉപയോഗിക്കും. അതും EC കുറഞ്ഞത്, അതായത് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി 1ന് മുകളിലായാൽ അത് സോൾട്ട് കൂടിയിട്ട് സസ്യവളർച്ചയെ അത് ഒത്തിരിയേറെ കുറയ്ക്കും. അതിനാൽ EC കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കൊക്കോപീറ്റ് നമ്മൾ കഴുകും നന്നായിട്ട്. റിപ്പീറ്റഡ് വാഷിങ്ങിലൂടെ അതിൻ്റെ സോൾട്ട് കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിപ്പോയ മലയാളികൾ കൊണ്ടുവന്ന് പിടിപ്പിച്ച മുള്ളൻപഴം ഗുണമേന്മ തീരെയില്ലാത്ത നാടൻ ഇനങ്ങളായിരുന്നതിനാൽ വൻതോതിലുള്ള കൃഷിക്ക് തീരെ പര്യാപ്തവുമായിരുന്നില്ല. മധുരം കുറഞ്ഞ് പുളി കൂടിയും കുരു ഉൾക്കാമ്പിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്തതും ഉൾക്കാമ്പ് തീരെ ശുഷ്കമായതും വളരെ വലുപ്പമുള്ള കുരുകളുമൊക്കെയുള്ള നാടൻ ഇനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമുള്ള റംബൂട്ടാൻ ഇനങ്ങളെ ഹോംഗ്രോണിന്റെ ഗവേഷണ വിഭാഗം പഠനവിധേയമാക്കുകയും അതിന്റെ വെളിച്ചത്തിൽ ചുവപ്പ് നിറമുള്ള N18 എന്ന മേൽത്തരം റംബൂട്ടാൻ ഇനം കണ്ടെത്തുകയും ചെയ്തു. മുന്തിയ നിലവാരമുള്ള N18 പോലെ ഉള്ള ഈ റംബൂട്ടാൻ, ഇത് N18 റംബൂട്ടാനാണ്. നോക്കുക, സമൃദ്ധമായ ഉൾക്കാമ്പും കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കുന്ന വളരെ കട്ടി കുറഞ്ഞതെങ്കിലും ബലമുള്ള തൊണ്ട്, രോമത്തിൻ്റെ നീളം. ഒരു വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ അത് ആദ്യം ടേബിൾ വെറൈറ്റി ആണോ അതോ വാല്യൂ അഡീഷൻ ഉള്ളതാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തി വേണം ഏത് വെറൈറ്റി ഞാൻ കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. റംബൂട്ടാൻ ടേബിൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എത്ര ദിവസം കേടുകൂടാതെ ഇരിക്കും, കീപ്പിംഗ് ക്വാളിറ്റി, അത് ഏറ്റവും കൂടുതലുള്ള ഇനം കണ്ടെത്തിയാണ് നാം കൃഷി ചെയ്യേണ്ടത്.
അപ്പോൾ ഇത് നോക്ക്, ഇത് സാധാരണ ഉള്ള പഴയ നാടൻ മുളമ്പഴം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊന്നുമില്ല. ഇതിൽ വലിയൊരു കുരുവും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊളിഞ്ഞു പോരാത്ത ഒരു പശുവാണ്. ഇപ്പോൾ ഇതിന് 250, 200 മുതൽ 250, ചില സമയം ഓഫ് സീസൺ ആണെങ്കിൽ 400 രൂപ വരെ വിപണിയിൽ വില കണ്ടെത്തുമ്പോൾ ഈ ഒരു മുള്ളൻ പഴം ഇന്ന് ചെറിയ വില, വളരെ 10, 50, 60 ഇവിടെ ഈ നാട്ടിൽ, ഇത് കൂടുതൽ കണ്ടുവരുന്ന ഈ നാട്ടിലൊക്കെ വില ഇല്ലാതായ ഒരു സാധനമായി. ആരും കച്ചവടക്കാർ പോലും തിരിഞ്ഞു നോക്കാതെ ഒരു ഫ്രൂട്ടായിട്ട് മാറി. പിന്നീട് N18 റംബൂട്ടാന്റെ കൃഷി വ്യാപകമാക്കുകയും കർഷകർക്ക് ഉയർന്ന വിളവ് ലഭ്യമാക്കി വിപണി കീഴടക്കുകയും ചെയ്തു. റംബൂട്ടാന്റെ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ E35 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് വലിയ പ്രചാരം വന്നു കാണുന്നില്ല. പഴങ്ങൾക്ക് മധുരം കുറവാണ് എന്നതാകാം കാരണം. വലിപ്പം കൂടിയ റംബൂട്ടാൻ ഇനങ്ങൾ പുലാസാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വാദിനും ഗുണത്തിനും മാറ്റമില്ല. വില അല്പം കൂടും എന്നേയുള്ളൂ. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഹോം ഗ്രോണിന്റെ ഉടമ കർഷകനും വ്യവസായ പ്രമുഖനുമായ ശ്രീ ജോസ് ജേക്കബാണ്. ഇദ്ദേഹത്തോടൊപ്പം സഹോദരന്മാരായ റെനി ജേക്കബും ജോജോ ജോസഫും റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പുലാസൻ തുടങ്ങിയ പഴവർഗ്ഗ കൃഷിയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഈ വിദേശ പഴവർഗ്ഗ കൃഷി തന്നെ ആ ഒരു പുതിയ ആശയം ആദ്യമായി കേരളത്തിൽ അവതരിപ്പിച്ചത് ഹോം ഗ്രോണാണ്. 99 തുടങ്ങിയ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം 2007 ഇന്ന് നാം ഈ കാണുന്ന N18 റംബൂട്ടാൻ, K100 മാംഗോസ്റ്റീൻ, P15 പുലാസാൻ, D6 ഡൂറിയാൻ എന്നിവ ഇവിടെ ഇവിടെ വിജയകരമായ കൃഷി ചെയ്യാവുന്ന ഈ ഇനങ്ങൾ ഞങ്ങൾ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത്. അന്ന് നിലവിലിരുന്ന റംബൂട്ടാൻ, ഇത് ഇനി കാണുന്ന മുള്ളൻപഴമെന്ന് ഓമനപ്പേരിൽ വിളിക്കപ്പെട്ടിരുന്ന വളരെ പുളിയും വളരെ ചെറിയ ഉൾക്കാമ്പുമുള്ള ഈ വിധമുള്ള പഴങ്ങൾ, ഇതിനെ വിപണിയിൽ നിന്ന് മാറ്റി പുതിയ വളരെ രുചികരമായ അധികം ഫ്രഷും ചെറിയ സീഡുമുള്ള ഈ പേരുകൊണ്ട് സാമ്യമുണ്ടെങ്കിലും ഗുണം കൊണ്ട് വളരെ വ്യത്യസ്തമായ ഈ പഴം കേരളത്തിൽ അവതരിപ്പിക്കാൻ ഇടയായപ്പോൾ ആദ്യം കർഷകർ ഏറ്റെടുക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവർക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ആദ്യം വ്യാവസായികമായിട്ട് കൃഷി ചെയ്തു. അതിൻ്റെ ഗുണഫലങ്ങൾ ഏകദേശം 4-5 വർഷങ്ങൾക്ക് ശേഷം ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു തോട്ടമടിസ്ഥാനത്തിൽ ഈ വക കൃഷി സാധ്യമാണ്, അതിന് വലിയ ആവശ്യക്കാരുണ്ട് എന്ന് കർഷകർക്ക് ബോധ്യമായതിനെ തുടർന്നാണ് ഇന്ന് വളരെ സാവധാനത്തിലെങ്കിലും ഇന്ന് ഈ കൃഷി വളരെ പ്രചാരത്തിലേക്ക് വന്നത്. 2015 ഞങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച നഴ്സറിക്കുള്ള സംസ്ഥാന അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചു. അതുകൂടാതെ ഒരുപാട് പ്രാദേശികമായും IHRയുടെയും ഒക്കെ അംഗീകാരം ഞങ്ങൾക്ക് പല പ്രാവശ്യം അവർ ഏത് ഇന്റർനാഷണൽ സെമിനാർ വന്നാലും ഞങ്ങളുടേതായ ഒരു പ്രസന്റേഷൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഞങ്ങളുടെ തന്നെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിൽ റംബൂട്ടാൻ തനതായ ഇനങ്ങളുണ്ട്. തായ്ലൻഡിന്റെ റോങ്റിയൻ, മലേഷ്യയുടെ സ്കൂൾ ബോയ്, ഇന്തോനേഷ്യയുടെ ബിൻജായ് എന്നിവ അന്താരാഷ്ട്ര നിലവാരമുള്ള റംബൂട്ടാന്റെ മുന്തിയ ഇനങ്ങളാണ്. ഏതാനും ചില അടിസ്ഥാന കാര്യങ്ങൾ അവലംബിച്ചാൽ വളരെ ഉയർന്ന വിളവും നല്ല വരുമാനവും റംബൂട്ടാൻ കൃഷിയിലൂടെ ഉറപ്പാക്കാവുന്നതാണ്. റംബൂട്ടാൻ ചെടികളിൽ ആൺപെൺ വ്യത്യാസമുള്ളതിനാൽ വിത്ത് മുളച്ചുണ്ടാക്കുന്ന തൈകൾ ഒരിക്കലും കൃഷി ചെയ്യുന്നു. ഉയർന്ന ഗുണമേന്മയുള്ള ലോകോത്തര ബ്രാൻഡഡ് ഇനങ്ങളുടെ മുകുളനം വഴി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തൈകൾ മാത്രം ഉപയോഗിക്കുക. ഇത്തരം തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വിത്ത് ശേഖരണം മുതൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. റംബൂട്ടാൻ കൃഷിയിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല തൈകൾ നമ്മൾ സ്വന്തമാക്കുക എന്നതാണ്. അപ്പോൾ തൈകൾ എന്ന് പറയുമ്പോൾ ഈ റംബൂട്ടാനിൽ ആൺ പെൺ വ്യത്യാസങ്ങളുണ്ട്. അതായത് വിത്ത് മുളച്ചുണ്ടാകുന്ന ചില ചെടികൾ ആൺ മരങ്ങളാകും. ഏതാനും വളരെ ചെറിയ ശതമാനം മാത്രമേ പെൺമരങ്ങളാകത്തുള്ളൂ. എങ്കിൽ ഈ പെൺമരങ്ങളായെങ്കിൽ പോലും അതിന് പ്രകടമായ ജനിതക വ്യതിയാനം വന്നതുമൂലം
ഈ മാതൃവൃക്ഷത്തിൻ്റെ തനിപ്പകർപ്പുകളായിട്ട് ഒരിക്കലും നമുക്ക് ആ ചെടികൾ കിട്ടത്തില്ല. അതിനാൽ റബ്ബർ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് ലോകോത്തര ബ്രാൻഡഡ് ഇനങ്ങളുടെ മുകുളനം വഴി ഉൽപ്പാദിപ്പിച്ചെടുത്ത തൈകൾ ഉപയോഗിക്കുക എന്നതാണ്. തിരഞ്ഞെടുത്ത നാടൻ വൃക്ഷങ്ങളിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ മാത്രമേ റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കാവൂ. ഇത്തരം വിത്തുകൾ പാകി ആദ്യ 10 ദിവസങ്ങൾക്കുള്ളിൽ മുളച്ചു പൊങ്ങുന്നത് മാത്രമേ കരുത്തോടെ വളരുന്നതായി കാണുന്നുള്ളൂ. പ്രത്യേകം തയ്യാറാക്കിയ ബഡുകളിൽ പാകിയ വിത്തുകളുടെ വേരുപടലത്തിൽ ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായി വളരെ പ്രായം കൂടിയ റംബൂട്ടാൻ മരങ്ങളുടെ വേരിനോട് ചേർന്നുള്ള മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത 1/2 ഡസനോളം ഉപകാരികളായ സൂക്ഷ്മാണുക്കളെ പരീക്ഷണശാലയിൽ വളർത്തിയെടുക്കാം. തൈകളുടെ ഉൽപ്പാദനത്തിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതിൻ്റെ വിത്തിൻ്റെ സെലക്ഷനാണ്. അത് നമ്മൾ നാടൻ മരങ്ങളുടെ വിത്തുകളാണ് ഇത് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും നല്ല പ്രായമുള്ള മരങ്ങളുടെ തന്നെ വിത്തുകളെടുത്ത് വിത്ത് സെലക്ട് ചെയ്ത് അത് സീഡ് ബെഡിൽ പാകി അതിനകത്ത് ഏറ്റവും കരുത്താർജിച്ച തൈകൾ മാത്രം നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി അത് നിറച്ച് അതിൽ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. തൈകൾ നട്ട് 3 വർഷങ്ങൾക്കുള്ളിൽ പുഷ്പിക്കുകയും നല്ല പരിചരണം നൽകിയാൽ 6 മുതൽ 8 വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ചെയ്യും. മരങ്ങൾ തമ്മിൽ 40 അടി അകലം പാലിച്ചാൽ അവ വളർന്ന് പന്തലിച്ച് ആകൃതിയിൽ കനോപ്പിയുടെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം പതിച്ച് എല്ലാ ശാഖാഗ്രങ്ങളിലും പൂക്കൾ പിടിച്ച് കായ്കൾ രൂപപ്പെടുകയും ചെയ്യും. റംബൂട്ടാൻ തൈകൾ നട്ട് ഏകദേശം 3-3.5 അടി ഉയരം എത്തുമ്പോൾ നാം ഒരു ചെടികളെ ഒന്ന് രൂപപ്പെടുത്തി വളർത്തുന്നതിന് വേണ്ടി ഒരു പ്രൂണിങ് ആവശ്യമാണ്. ഏകദേശം 3-3.5 അടി ഉയരത്തിൽ നിന്ന് നാം പ്രധാന തണ്ട് കട്ട് ചെയ്യുക, മുറിച്ചു വിടുക. അവിടുന്ന് 3-4 ബ്രാഞ്ചുകളായി വീണ്ടും ശിഖരങ്ങൾ കിളുത്തു വരും. അങ്ങനെ വരുന്ന ശിഖരങ്ങൾ വീണ്ടും ഒരു 2-2.5 അടി ഉയരമാകുമ്പോൾ വീണ്ടും നാം ഒന്ന് മുറിച്ചു വിടും. അങ്ങനെ ചെടികൾ രൂപപ്പെടുത്തി വളർത്തിയെങ്കിൽ മാത്രമേ ഉയരത്തിൽ പോകാതെ പടർന്ന് പന്തലിച്ച് വരുന്ന രീതിയിൽ ചെടികളെ വളർത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും കൃഷി അടിസ്ഥാനത്തിൽ റംബൂട്ടാൻ ചെയ്യുമ്പോൾ ഈ പ്രൂണിങ് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്രകാരം പ്രൂണിങ് നടത്തി ചെടികൾ ഉയരം കുറച്ച് വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വലകളിട്ട് പക്ഷികളിൽ നിന്നും മറ്റും പഴങ്ങൾ സംരക്ഷിക്കാനും വിളവെടുപ്പ് ആയാസരഹിതമാക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് റംബൂട്ടാൻ കൃഷിയിലേക്ക് നാം തിരിയുമ്പോൾ പ്രൂണിങ് വളരെ അനിവാര്യമാണ് എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. മറ്റൊരു കാര്യം, നാം ചെടികൾ വളർന്ന് വരുന്ന മുറയ്ക്കനുസരിച്ച് നമുക്ക് വളപ്രയോഗങ്ങൾ നടത്തണം. ഞങ്ങൾ സാധാരണയായി ജൈവവളങ്ങളാണ് കൂടുതലായിട്ടും അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. രാസവളങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നാം കൊടുത്താൽ മതി. ജൈവവളങ്ങൾ, ചാണകപ്പൊടിയും റോക്ക് ഫോസ്ഫേറ്റ് പോലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഈ ചെടികൾ വളർത്തിയെടുക്കുവാനും കഴിയും. അപ്പോൾ രൂപപ്പെടുത്തൽ വളരെ ആവശ്യമായ കാര്യമാണ്. മാത്രമല്ല, ചെറിയ ചെടികളാണെങ്കിൽ നമ്മൾ നട്ട് 3-ാം വർഷം മുതൽ ഫലം കായ്ച്ചു തുടങ്ങും. ഫലം കായ്ച്ചതിന് ശേഷവും ആ വിളവെടുപ്പിന് ശേഷം എല്ലാ ശിഖരങ്ങളും ആ കാഴ്ച അഗ്രഭാഗത്തു നിന്ന് ഒരു 1/2 അടി താത്ത് നാം മുറിച്ച് ഒരു പ്രൂണിങ് പ്രക്രിയ നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ബ്രാഞ്ചുകൾ, പുതിയ ശിഖരങ്ങൾ ഉണ്ടാകുവാനും അടുത്ത വർഷം ആ ശിഖരങ്ങളിലെല്ലാം വീണ്ടും കായ്കൾ പിടിക്കുവാനും ഇടയായിത്തീരും. റംബൂട്ടാൻ മരത്തിന്റെ പ്രത്യേകത സൂര്യപ്രകാശത്തിൽ നിന്നും ധാരാളം ഊർജം സ്വീകരിച്ച് മരങ്ങളെ പുഷ്ടിയോടെ വളർത്തി ഉയർന്ന വിളവ് നൽകും എന്നതാണ്. ഓരോ വർഷത്തെയും വിളവിനെ ആധാരമാക്കിയായിരിക്കണം വളപ്രയോഗം നടത്തേണ്ടത്. സ്വാഭാവികമായി വിളവെടുപ്പിനോട് അനുബന്ധിച്ച് കമ്പുകോതൽ നടത്തി ആവശ്യാനുസരണം കുമ്മായം നൽകി ഏതാനും ആഴ്ചകൾക്ക് ശേഷം NPK സംയുക്ത വളങ്ങൾ നൽകണം. 8 വർഷത്തിനുമേൽ പ്രായമായ മരങ്ങൾക്ക് 2 കിലോ 18 കോംപ്ലക്സ് വിളവെടുപ്പിന് ശേഷം നൽകണം. ഈ അവസരത്തിൽ ധാരാളം കമ്പോസ്റ്റ് അല്ലെങ്കിൽ പച്ചിലകൾ കൂടി നൽകണം. ഏതാനും കൂട്ട ചാണകപ്പൊടിയും നൽകാം. പിന്നീടുള്ള മാസങ്ങളിൽ നൈട്രജൻ കലർന്ന വളങ്ങൾ നൽകരുത്. നൈട്രജന്റെ അളവ് കൂടിയാൽ മരങ്ങൾ അനവസരത്തിൽ തളിർക്കുകയും അത് പുഷ്പിക്കലിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മരങ്ങൾ പൂക്കുന്നതിന് തൊട്ടുമുമ്പ് 50 ഗ്രാം ബോറോൺ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പൂപ്പിടുത്തത്തോടൊപ്പവും തുടർന്ന് കായകളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ പൊട്ടാഷ് മണ്ണിൽ വിതറുന്നത് വളരെ ഫലപ്രദമാണ്. ഈ വിധത്തിൽ മികച്ച പരിചരണം നൽകിയാൽ റംബൂട്ടാൻ വിളവ് ഗണ്യമായി വർദ്ധിക്കുകയും അതുവഴി
ഒരു ദേശത്തെ ജനങ്ങളെ സാമ്പത്തിക ആരോഗ്യ സുസ്ഥിരതയുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. ഇത് ഇന്ത്യയിലെ 120 കോടി ജനം ഇത്രമാത്രം വലിയൊരു വിപണി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പിന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുവാനായിട്ട് ജോഗ്രഫിക്കലായിട്ടൊരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. കാരണം ഞങ്ങൾ തന്നെ സൗദിയിലേക്കും ദുബൈയിലേക്കും കയറ്റി അയച്ചതിൻ്റെ ഒരു ട്രയൽ ഞങ്ങൾ നോക്കിയതാണ്. അവരെ സംബന്ധിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രേഡ് റൂട്ട് ഉള്ളതിനാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ ഒരു ഏക്കറിൽ ഏറ്റവും അനായാസകരമായി ചെയ്യാവുന്ന ഈ റംബൂട്ടാൻ പോലുള്ള കൃഷി ഒരു ചെറിയ കർഷകർക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം ഇത് മൺസൂൺ സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ പൊതുവെ പഞ്ഞമാസം എന്നറിയപ്പെടുന്ന ഈ മാസങ്ങളിലാണ് ഈ വിളവ് കർഷകന് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു 10 ഏക്കർ അല്ലെങ്കിൽ ഒരു 5 ഏക്കർ സ്ഥലമുള്ള ഒരാൾ അതിൻ്റെ ഒരു 20% അല്ലെങ്കിൽ 25% ഇനി ഇങ്ങനെയുള്ള സാധ്യതകളുള്ള പഴവർഗ്ഗ കൃഷിയിലേക്ക് തിരിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മറ്റൊരു കൃഷിയിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ആ റിസ്ക് അവർക്ക് ഒഴിവാക്കുകയും ഈ പുതിയ കൃഷിയുടെ പ്രയോജനം അവർക്ക് ലഭിക്കുകയും ചെയ്യും. വരും നാളുകളിൽ കേരളത്തിൽ മറുനാടൻ പഴങ്ങളുടെ വിപണി കൂടുതൽ സജീവമാകുവാൻ നമ്മുടെ കർഷകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ തുണയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീ സൗഹൃദ കാർഷിക യന്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും പരിശീലനത്തിനും അവസരം. സൂക്ഷ്മ ജലസേചന രീതികളെക്കുറിച്ചും ജലപരിപാലനത്തെക്കുറിച്ചും പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന RTT സെന്ററിൽ 2017 ഓഗസ്റ്റ് 8 മുതൽ 10 വരെ സ്ത്രീ സൗഹൃദ കാർഷിക യന്ത്രങ്ങളെ പരിചയപ്പെടുത്തുകയും സൗജന്യ പരിശീലനം നൽകുകയും ചെയ്യുന്നു. ജില്ലയിലെ കർഷകർക്കും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ജോലി ചെയ്യുന്ന ഫീൽഡ് വർക്കർമാർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447 225 802. ലോക തേനീച്ച ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വെള്ളനാട് മിത്ര നികേതനിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ഓഗസ്റ്റ് 14 തീയതിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472 2882 086. തിരുവനന്തപുരം ജില്ലയിൽ കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെള്ളായണി RTTCയിൽ സൂക്ഷ്മ ജലസേചന രീതികളെക്കുറിച്ചും ജലപരിപാലനത്തെക്കുറിച്ചും പരിശീലനം നൽകുന്നു. 2017 ഓഗസ്റ്റ് 17 മുതൽ 19 വരെ നടത്തുന്ന പരിശീലനത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭ്യമാകാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447 225 802.
കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആട് ഫാം തുടങ്ങുന്ന സംരംഭകർക്ക് പരിശീലനം നൽകുന്നു. തൃശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0487 2695 869. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമിൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് തടങ്ങളിൽ ചേർത്ത് കൊടുക്കണം. കറ ഒലിക്കുന്ന തെങ്ങിന്റെ ഭാഗത്തെ തൊലി ചെത്തി മാറ്റിയതിനു ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻതോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കണ്ടുവരാറുണ്ട്. നടുനമ്പിന്റെ അഴുകി തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളം ഇറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടി വയ്ക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഓഗസ്റ്റ് 8 മുതൽ 10 വരെ 3 ദിവസം ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 2370 773. മൊബൈൽ 9495 746 992. ചക്കയുടെ ഉൽപാദനവും മൂല്യവർദ്ധനവും വിപണനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി വയനാട് അമ്പലവയൽ മേഖലാ കാർഷിക കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിക്കുന്നു. ഈ മാസം 9 മുതൽ 19 വരെയാണ് ശില്പശാല. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,300 രൂപ, കോഴിക്കോട് 15,700, തൃശൂർ 14,200. കൊപ്ര കൊച്ചി 9,575, കോഴിക്കോട് 10,200, തൃശൂർ 9,545. കുരുമുളക് അൺഗാർബിൾ 47,100, ഗാർബിൾ 49,100. ചുക്ക് മീഡിയം 9,750, ബെസ്റ്റ് 11,750. മഞ്ഞൾ സേലം 8,000, ഈറോഡ് 8,500. അടയ്ക്ക പഴയത് 20,000. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600, RSS 4ാം ഗ്രേഡ് 13,100 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 14,300 രൂപ, കൊപ്ര 9,575, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200, റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾ 47,100, ഗാർബിൾ 49,100. ചുക്ക് മീഡിയം 10,000, ബെസ്റ്റ് 12,000. മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക 19,000-നും 20,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 180-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 270-നും 310-നും മധ്യേ. ജാതിപത്രി 350-നും 550-നും മധ്യേ. ഗ്രാമ്പു 700. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000. ഒട്ടുപാൽ 8,300, ലാറ്റക്സ് 8,300 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ച് കുരുമുളക് ക്ഷാമം ഉൽപ്പന്ന വില ഉയർത്താൻ ആഭ്യന്തര വ്യാപാരികളെ പ്രേരിപ്പിച്ചു. 200 രൂപയുടെ മികവുമായി 49,100 രൂപയിൽ ഗാർബിൾഡ് മുളകിന്റെ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചു. വിലക്കയറ്റം കണ്ട് സ്റ്റോക്കിസ്റ്റുകൾ ഉൽപ്പന്നത്തിൽ പിടിമുറുക്കുന്നത് നിരക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനിടയുണ്ട്. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് വീണ്ടും ഉയർന്നു. ഉത്സവ ദിനങ്ങൾ മുന്നിൽ കണ്ട് മില്ലുകാർ കൊപ്ര സംഭരിക്കാൻ ഉത്സാഹിച്ചു. കോഴിക്കോട് കൊപ്ര വില ക്വിന്റലിന് 10,200 രൂപയിലെത്തി. വിളവെടുപ്പ് കണക്കിലെടുത്താൽ അടുത്ത വാരം പല ഭാഗങ്ങളിലും പച്ചത്തേങ്ങയുടെ ലഭ്യത വർദ്ധിക്കും. വലിപ്പം കുറഞ്ഞ ഇനം ഏലക്കയുടെ വില കിലോ 1,000 രൂപയ്ക്ക് മുകളിലെത്തി. സീസൺ വൈകിയത് മൂലം ലേലത്തിനെത്തുന്ന ചരക്ക് ഇടപാടുകാർ മത്സരിച്ച് സംഭരിച്ചു. മികച്ച ഇനങ്ങൾക്ക് കിലോ 1,489 രൂപ വരെ ഉറപ്പിച്ച് വരുത്താനായി. ടയർ നിർമ്മാതാക്കൾ പ്രമുഖ റബ്ബർ മാർക്കറ്റുകളിൽ നിലയുറപ്പിച്ചെങ്കിലും ഷീറ്റ് വില ഉയർത്തിയില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.7, 24.5. കൊച്ചി 31.8, 23.6. ആലപ്പുഴ 32.9, 23.8. പുനലൂർ 33.2, 24. തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.
കേട്ടോ. എന്നെ എന്ത് കേൾപ്പിക്കാനാ? പോയി അവൾ കേൾക്കും. ആരോട് പറയാൻ? അത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണ്. രാവിലെയും വൈകിട്ടും പകലും രാത്രി അതോട് ഒട്ടിയിരിക്കുവല്ലേ. ചോദിച്ചാ കിസാൻ കോൾ സെന്ററുമായി സംസാരിക്കാണെന്ന് പറയും. ഓ അതാണല്ലേ കാര്യം. അതെ, എന്ത് പറ്റി? ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇപ്പൊ അപ്പൊ കാര്യം നടക്കും. അതെങ്ങനെ? അതെ, ഇപ്പൊ കൂടുതൽ ലൈനുകൾ പ്രത്യേക ടെക്നിക്കും കാരണം കൃഷി വിദഗ്ധരുമായി ഉടനെ സംസാരിക്കാം. ഇനി ലൈന് ബിസിയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം റെക്കോർഡ് ചെയ്തോളും. അവിടെ നിന്ന് ഫോണും വരും, പിന്നെ പ്രശ്ന പരിഹാരം മെസ്സേജായി വരും. കണ്ടില്ലേ, വന്നല്ലോ. ആഹാ, എന്ന് വെച്ചാ കാത്തിരിക്കേ വേണ്ടല്ലേ? അതെ, അതാണല്ലേ പെട്ടെന്ന് എന്നോട് ഇത്ര സ്നേഹം തോന്നിയത്. കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരത്തിന് ഇന്ത്യയൊട്ടും ഏത് ഫോണിൽ നിന്നും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.